എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. ചുമ്മാ കണ്ട് പോയിട്ട് കാര്യമില്ല, നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ചുവപ്പോശി പേന കൊണ്ട് അടയാളപ്പെടുത്താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ടും ചുവപ്പോശി പേന കൊണ്ട് അടയാളപ്പെടുത്തി എടുത്ത് പഠിക്കണം. നമ്മുടെ ഈ ഒരു ക്ലാസ് പ്രധാനമായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ PSCയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ പോയി ചെന്ന് പഠിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ നോട്ടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ സ്ഥലം പനയമുട്ടാണ്. പനയമുട്ടത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് പനവൂര്. പനവൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകർ ഉള്ളത് പനവൂരിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനവൂർ സ്കൂളിൻ്റെ പരിസരത്തായിട്ട് വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ നാട്ടിനെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം ഫിഫയെ പറ്റി നോക്കാം. ഫിഫ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫയുടെ പൂർണ്ണരൂപം ഇനി വരുന്ന പരീക്ഷയ്ക്ക്, അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. നമ്മൾ ഈ 2022 കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ശരിയാണല്ലോ, 2022 കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ ഈ 2022 എന്നുള്ള വർഷത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം. 2022 എന്ന വർഷം മുതൽ 23, 24 ഈ ഇത്രയും വർഷങ്ങളിലും 2022 കളി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വർഷത്തിന് ശേഷമുള്ള 2 വർഷങ്ങളിൽ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഇത് സൂക്ഷിച്ച് പഠിച്ച് വയ്ക്കണം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി ഫിഫ വേൾഡ് കപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതാരാണെന്ന് അറിയാമോ? അത് തഹ്സിൻ മുഹമ്മദ് ജംഷിദ് എന്ന വ്യക്തി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാൻ പോയിട്ടുള്ളത്. അദ്ദേഹം കളിക്കുന്ന ടീം എന്ന് പറയുമ്പോൾ ഖത്തറാണ്. ഇദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂർ ജില്ലക്കാരനാണ് തഹ്സിൻ മുഹമ്മദ് ജംഷിദ്. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ഇപ്പോൾ തന്നെ ചുവപ്പുമഷി പേനോണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ചോദിക്കാൻ സാധ്യത ഉണ്ട്. അത് പോരാട്ടി ഇദ്ദേഹത്തിൻ്റെ പ്രായം പഠിച്ചു ചെയ്യണം. 19 വയസ്സ്. 19 വയസ്സിലാണ് ഈ ഒരു ഇദ്ദേഹം അവിടെ ഖത്തറിൻ്റെ ഔദ്യോഗിക ടീമിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഫിഫ രൂപീകരിച്ച വർഷം പഠിച്ചു വച്ചിരിക്കണം. അത് 1904 1904 ഫിഫ രൂപീകരിച്ചത്. ഫിഫ ലോകകപ്പ് നേടിയ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് അറിയുമോ? അതാണ് ഉറുഗ്വ രാജ്യമാണ് ഫിഫ വേൾഡ് കപ്പ് ആദ്യമായിട്ട് ജയിച്ചത്. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ഇത് കറണ്ട് അഫയേഴ്സ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ടെലഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തിയ കാര്യം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ വാക്ക് പറഞ്ഞുതരാം. PLEA പ്ലീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിക്വസ്റ്റ്, അപ്പീൽ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പീൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് പ്ലീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, ഇപ്പം സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ബാക്കിയുള്ള KS പരീക്ഷ ആയിക്കോട്ടെ, IAS പരീക്ഷ ആയിക്കോട്ടെ, എന്ത് പരീക്ഷ എഴുതിയാലും പോയാലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരിക്കും. ശരിയാണല്ലോ. ഇൻ്റർവ്യൂ സെക്ഷനിൽ ഇപ്പോൾ ഇൻ്റർവ്യൂ അങ്ങനെ നടക്കുന്ന സമയത്ത് അവരെന്തായാലും ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മറുപടി പറയാൻ സാധിക്കണം. ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്, അതുപോലെ ദ ഹിന്ദു, അപ്പോൾ ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ വായിച്ച് തുടങ്ങണം. അത് ഞാൻ തുറന്ന് പറയണം, അങ്ങനെ വായിച്ച് തുടങ്ങണം. കാരണം ഇതിന് പത്രത്തിന് വലിയ വിലയൊന്നുമില്ല. സാധാരണ ഇപ്പോൾ വലിയ പ്രൈസ്, ഞാൻ പറഞ്ഞ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് വലിയ ഇതൊന്നാവില്ല. നമ്മുടെ മലയാള മനോരമ, മാതൃഭൂമി ആ ഒരു പത്രമൊക്കെ വാങ്ങിക്കുന്ന അതേ ചാർജൊക്കെ ഉള്ളൂ, ആ ഒരു ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് വായിച്ച് തുടങ്ങുക. കാരണം വെച്ചാൽ ഞാനിങ്ങനെ ആ പത്രം ഞാൻ നോക്കിപ്പോയ സമയത്താണ് ടെലഗ്രാം പ്ലീ എന്നുള്ള സംഭവം കണ്ടത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു,
ഇത് കാര്യം ചെയ്യും. ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പം ഇതിൻ്റെ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നില്ല എങ്കിൽ പോലും 10ാം ക്ലാസ് ലെവലിലെ പരീക്ഷയ്ക്ക് സിനോണിംസ് സംഭവങ്ങൾ ചോദിക്കും. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കണം എന്താണ് ഇതിൻ്റെ സിനോണിമാറ്റവും പറയാൻ പറ്റുന്നതാണ് റിക്വസ്റ്റ്, അപ്പീൽ എന്നുള്ള ആ ഒരു കാര്യം. സെറ്റാണല്ലേ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇത് ഫുട്ബോളായിട്ട് യാതൊരു ബന്ധമല്ല. ഒരു പത്രം വായിച്ചു പോയ കറണ്ട് അഫയേഴ്സിൻ്റെ സെഷൻ നോക്കിപ്പോയ സമയത്ത് ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം സെറ്റാണല്ലേ? അടുത്തോട്ട് പോവാം. ഏറ്റവും കൂടുതൽ തവണ ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ്? അറിയാമോ? അത് ബ്രസീലാണ്. ബ്രസീൽ. ഏറ്റവും കൂടുതൽ കപ്പ് ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം, അതായത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യമാണ് ബ്രസീൽ. എത്ര തവണ? 5 തവണ. 5 തവണ. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 തവണ എന്നുള്ള ഈ ഒരു സംഭവത്തിനെ പറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. അതായത് 2023 പരീക്ഷയ്ക്കും 2023 എന്ന വർഷത്തിൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 എന്ന വർഷത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും 2 തവണയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എഴുതാൻ പോണ പരീക്ഷയിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എഴുതിക്കൊള്ളാം 5 തവണ. 2 വട്ടമൊക്കെ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വലുതായിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ച് വച്ചോളണം. അർജന്റീന 2022 ഫിഫ വേൾഡ് കപ്പ് വിജയിച്ചത് അർജന്റീനയാണ്. അർജന്റീന എത്ര തവണ ലോകകപ്പ് ഫൈനൽ ജയിച്ചിട്ടുണ്ട്? അതിൻ്റെ ആൻസർ 3 ആണ്. 3 തവണ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഉള്ളത് ബ്രസീലാണ്. എങ്കിൽ അർജന്റീന എത്ര തവണ ജയിച്ചിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ 3 തവണ കപ്പ് നേടിയിട്ടുണ്ട്. ഫൈനൽ മത്സരം ജയിച്ചിട്ടുള്ള കപ്പ് നേടിയിട്ടുണ്ട്. ഈ 3 തവണ എന്നുള്ള സംഭവത്തിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അതായത് 2025 പരീക്ഷയ്ക്ക് PYQ 2025 കഴിഞ്ഞ വർഷമാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, 2022 അർജന്റീന മത്സരത്തിൽ ജയിച്ചത്. ആ 2022 കാര്യം 2025 ചോദിച്ചു. അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ രീതിയിൽ അതായത് 3 വർഷത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? 3 വർഷം, അതായത് 22 കഴിഞ്ഞ് 23, 24, 25 3 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും കറണ്ട് അഫയേഴ്സിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ കരുതി നമ്മൾ വെച്ച് പഠിച്ചോളണം. അതായത് കറണ്ട് അഫയേഴ്സ് രീതിക്കോ അല്ലാത്ത രീതിക്കോ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യങ്ങൾ ഫിഫയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ ഈ ചോദ്യങ്ങൾ വരുന്ന പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഇങ്ങനെ പറയണത്. 2026 ഫിഫയുടെ ഔദ്യോഗിക ഗാനമുണ്ട്. ഗാനം അതാണ് ഡായ് 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 ഡായ്. ഒഫീഷ്യൽ ഗാനം, ഔദ്യോഗിക ഗാനമാണ് ഡായ് 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 എന്നൊരു ഗാനമുണ്ട്. ഇത് പാടിയിട്ടുള്ളത് ഷക്കീറയും അതിനോടൊപ്പം തന്നെ ബർണ ബോയ്. ഈ 2 വ്യക്തികൾ ഇവർ കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു പാട്ടൊക്കെ പാടി സെറ്റാക്കിയിട്ടുള്ളത്. ഒഫീഷ്യൽ ഗാനം ഫിഫയുടെ 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ഔദ്യോഗിക ഗാനം അതാണ് ഡായ് ഡായ്. അത് പാടിയിട്ടുള്ളത് ഷക്കീറയും ബർണ ബോയും. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ ഡേറ്റ് പഠിച്ചു വെച്ചിരിക്കണം. 2026 ജൂൺ 11 ഇത് തുടങ്ങിയിട്ടുള്ളത്. സെറ്റാണല്ലേ? ഈ കാര്യം സെറ്റാണല്ലേ? 2026 ജൂൺ 11 ഈ ഒരു കളി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം നമ്മുടെ സാഹചര്യം വെച്ചിട്ട് ഫിഫയുടെ ഫൈനൽ മത്സരം സംഭവങ്ങളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾ സെമി ഫൈനൽ ഉണ്ടല്ലോ, ഇപ്പോൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ യോഗ്യത നേടാത്ത ടീമുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ വിശദമായിട്ട് ഒന്ന് പഠിച്ചോളാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഒരു PSC പരീക്ഷയിൽ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം കുറേ ഓപ്ഷൻ തന്നിക്ക്. അതിൽ ഏതൊക്കെ ടീമാണ് സെമി ഫൈനലിൽ പങ്കെടുത്തത്, സെമി ഫൈനലിൽ കിട്ടിയത്, ജയിച്ചതേത്, ജയിക്കാത്തത്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാര്യം ഓർമ്മയിൽ വച്ചോളണം. ഫിഫ വേൾഡ് കപ്പിന് പ്രധാനമായിട്ടും 3 വേദികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഏത് രാജ്യങ്ങളാണ്?
ഒന്ന് അമേരിക്ക, 2 കാനഡ, 3 മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഫിഫ വേൾഡ് കപ്പ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ഇതിൽ ഒരു അഡീഷണൽ കാര്യം പറഞ്ഞുതരാം. മെക്സിക്കോ ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും ആൻസർ എഴുതാൻ ഭയക്കും. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുപോകണം, നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതണം. മനസ്സിലേ? അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മെക്സിക്കോ വരുന്നത് വടക്കേ അമേരിക്കയിലാണ്. നോർത്ത് അമേരിക്കയുടെ ഭാഗമാണ് മെക്സിക്കോ രാജ്യം. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് അങ്ങ് അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാജ്യങ്ങൾ തന്നിട്ട്, പ്രത്യേകിച്ച് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന സമയത്ത് ചില രാജ്യങ്ങൾ തന്നിട്ട് അത് ഏത് ഭൂഖണ്ഡത്തിൽ വരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലേ ഇങ്ങനെ ഇല്ലെന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രധാനമായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അങ്ങ് ചോദിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ബോക്സ് വരച്ച് ഇപ്പം തന്നെ മാറ്റി ഇട്ടേക്കണം. 3 തരം ചിഹ്നങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. ഒന്ന്, അമേരിക്കയുടെ കാര്യത്തിൽ ക്ലച്ച് ബാൾഡ് ഈഗിൾ എന്നുള്ളതാണ് അമേരിക്കയുടെ ചിഹ്നം. ഇത് ചിഹ്നങ്ങൾ. ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ സിമ്പലാണ് ക്ലച്ച് ബാൾഡ് ദ ഈഗിൾ. പിന്നെ കാനഡയുടെ കാര്യത്തിൽ വരുമ്പോൾ മാപ്പിൾ ദ മൂസ്, ഇതാണ് കാനഡയുടെ സിമ്പല്. മെക്സിക്കോയുടെ കാര്യത്തിൽ വരുമ്പോൾ സയു ദ ജാഗ്വർ എന്നിങ്ങനെയുള്ള 3 സിമ്പലുകൾ, ചിഹ്നങ്ങൾ, ഔദ്യോഗിക ചിഹ്നങ്ങളുണ്ട്. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്താണ് ട്രിയോണ്ട ബാൾ. 2026 ഫിഫ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന രാജ്യങ്ങളുണ്ട്. ഒരു 4 രാജ്യങ്ങൾ. അതും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. അറിയാലോ, PSC പരീക്ഷയിൽ 4 ഓപ്ഷൻ ഉണ്ട്. 4 ഈ പറയുന്ന 4 അല്ലാതെ വേറെ ഒരെണ്ണം കൂടെ ചേർത്തങ്ങ് പറയും. അപ്പം നമ്മൾ കിളി പറക്കും. പഠിച്ചിട്ട് പോയില്ലെങ്കിൽ കിളി പറക്കും. അങ്ങനെ കിളി പറക്കാൻ പാടില്ല. നമ്മളെ കിളി നമ്മളെ തന്നെ ആയിരിക്കണം. ഓക്കെ, നമ്മളെ കിളി നമ്മളെ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ്. പുതിയതായിട്ട് വന്ന രാജ്യങ്ങൾ. പുതിയതായിട്ട് 2026 ഫിഫ വേൾഡ് കപ്പിൽ പുതുതായിട്ട് ആദ്യമായിട്ട് കളിക്കാനെത്തുന്ന 4 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് ഉസ്ബെക്കിസ്ഥാൻ, 2 ജോർദാൻ, 3 കാബോ വെർഡ്. നാലാമത്തേത് ഇവിടെ എഴുതുകയാണേ. നാലാമത്തേത് കുറാസോ. ഇവിടെ 4 രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കാബോ വെർഡ്, പിന്നെ കുറാസോ. 4 രാജ്യങ്ങൾ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, 3 വേദികളുണ്ട്. ഏതൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. പിന്നെ 3 സിമ്പലുകൾ, ഓരോ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള 3 സിമ്പലുകളുണ്ട്. ഒരു കാര്യം ചെറിയൊരു മാറ്റം വരുത്തിയാണ്. ദ എന്നുള്ള സംഭവം ഇവിടെയല്ല, ഇവിടെ ഇരുന്ന് പറയണത്. ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ, അതാണ് കറക്റ്റ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ സമയത്ത് ചെറിയൊരു മാറ്റം വരുന്നതാണ്. ഇവിടെ ആ ഒരു കാര്യം നിങ്ങൾ മാറ്റിക്കൊള്ളണം. ക്ലച്ച് ദ ബാൾഡ് ഈഗിൾ, അതാണ് ഇതിൻ്റെ ചിഹ്നം. പിന്നെ രണ്ടാമത് കാനഡയുടെ കാര്യം പറഞ്ഞപ്പോൾ മാപ്പിൾ ദ മൂസ്. മെക്സിക്കോയുടെ കാര്യം സയു ദ ജാഗ്വർ. പിന്നെ മെക്സിക്കോ വരുന്നത് നോർത്ത് അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു ബോക്സ് വരച്ച് ഇട്ടല്ല, അത് സെറ്റ് ചെയ്തല്ല. അതുപോലെ തന്നെ 4 പുതുതായിട്ട് രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് 4 പുതിയ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേതൊക്കെയാണ്? ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കാബോ വെർഡ്, പിന്നെ കുറാസോ. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. അതായത് ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 48 ടീമുകൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 48 ടീംസ് 48 ടീമുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴും പങ്കെടുക്കുകയാണ്. 2026 പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. 48 ടീമുകൾ പങ്കെടുക്കുന്നു എങ്കിൽ 104 മത്സരങ്ങളും ഉണ്ട്. 104 മത്സരങ്ങൾ. ഇതാണ് കിഡിലോസ്കി ചോദ്യങ്ങൾ.
തുറന്ന് ഞാൻ പറയാം, ഇത് നല്ല കിടില. ഇത് ഞാൻ ഉറപ്പ് ഞാൻ പറയണം, ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 3 ലോകകപ്പ് ഫൈനലിന് വേദിയാകുന്ന ഒരു സ്റ്റേഡിയമുണ്ട്. അത് മെക്സിക്കോയിലുള്ള സ്റ്റേഡിയമാണ്. അതിൻ്റെ പേരാണ് എസ്റ്റാഡിയോ അസ്റ്റാക്കെ. ഈ ഒരു കാര്യം ഒരു ബോക്സ് വരെ ചാട്ടിലപ്പെടുത്തിക്കൊള്ളണം. അതായത് ഫിഫ വേൾഡ് കപ്പ് ചരിത്രത്തിൽ തന്നെ 3 ലോകകപ്പ് ഫൈനൽ ടൂർണമെൻറ്റിന് വേദിയായിട്ടുള്ള സ്റ്റേഡിയമാണ് എസ്റ്റാഡിയോ അസ്റ്റെക്ക. 3 ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന നഗരം. പിന്നെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ആദ്യത്തെ കളി നടന്നതും കൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ കളി നടന്നത് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. 2026 ഫിഫ വേൾഡ് കപ്പിലെ ആദ്യത്തെ കളി. അപ്പോൾ അതിൽ ആദ്യത്തെ കളിയിൽ ജയിച്ചത് മെക്സിക്കോ ജയിച്ചു. ഇവിടെ 2026 ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2022 ഫിഫ വേൾഡ് കപ്പിന് മുമ്പ് നടന്ന കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഫുട്ബോൾ വെച്ച് ബന്ധപ്പെട്ട് PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള, അതായത് 2021 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിനകത്ത് ചോദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ലോക ഫുട്ബോൾ ദിനം മെയ് 25 മെയ് 25. ലോക ഫുട്ബോൾ ദിനം മെയ് 25. ദേശീയ കായിക ദിനം അത് ഓഗസ്റ്റ് 29. ഇതിനെപ്പറ്റി 2 പരീക്ഷകളിലൊക്കെ ചോദിച്ച് പോയിട്ടുള്ളൂ. ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ദിനങ്ങൾ അറിയാലോ, PSC പരീക്ഷകൾ സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്ന് അല്ലാതെ തന്നെ ദിനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കും. ഇപ്പോഴും ഏപ്രിൽ 7, പിന്നെ അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനം, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2, അതൊക്കെ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. അതിൽ വല്ലപ്പോഴുമൊക്കെ ഈ സ്പോർട്സ് ദിനത്തിനെ പറ്റിയും ചോദിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളണം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. പിന്നെ എങ്കിൽ കേരള കായിക ദിനമുണ്ട്. കേരള കായിക ദിനം ഒക്ടോബർ 13. ഒക്ടോബർ 13. ഇത് GV രാജയുടെ ബർത്ത്ഡേ ആണ്. GV രാജയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളത്തിൽ കേരള കായിക ദിനം ആഘോഷിക്കുന്നത്. എങ്കിൽ ദേശീയ കായിക ദിനം ആരുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കുന്നത്? അത് ധ്യാൻ ചന്ദിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് ദേശീയ കായിക ദിനം ആചരിക്കുന്നത്. അത് എന്നാണ്? ഓഗസ്റ്റ് 29. അതായത് ഒരു റിയാലിറ്റി ഫാക്ടറോടെ പറഞ്ഞുതരാം. നമ്മുടെ PSCയുടെ കാര്യത്തിൽ 2021 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ 2 ദിനങ്ങളെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ കേരള കായിക ദിനത്തിനെ പറ്റിയാണ്. അടുത്തിടെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന വർഷം എന്നാണ്? ഇങ്ങനെ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അടുത്തിടെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന വർഷം എന്നാണ്? 2025, 26, 27, 28 ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് 2026. അതാണ് നമ്മുടെ ഫിഫ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിന്, ഞാൻ ഈ പറഞ്ഞ സംഭവത്തിനെ പറ്റി കഴിഞ്ഞ 2026 മെയ് മാസത്തിലാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷയിൽ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇതൊക്കെ നമുക്ക് ഒരു സെൻസൊക്കെ വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. സാധാരണ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പോകാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് അറിയാമല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നല്ല സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ ക്ലിയർ ആയിട്ട് ആൻസർ എഴുതി പോകണം. പിന്നെ പറയുന്ന കാര്യം 2022 ഫിഫ, അതുമായി ബന്ധപ്പെട്ട് നോക്കാം. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ്? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദിയാണ് ഖത്തർ. ഖത്തറിനെ പറ്റി 2023 ഒരു PSC പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടൊന്നും വലുതായിട്ട് ഒരു 4-5 പ്രാവശ്യമൊന്നും ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പം 2022 ഫിഫയുടെ ലോകകപ്പിൻ്റെ വേദി എവിടെയാണെന്നും പറഞ്ഞ് 4-5 ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടൊന്നുമില്ല.
ഒന്ന് രണ്ട് വട്ടം, അപ്പോൾ ഏകദേശം അങ്ങനെ കുറച്ച് മാത്രമേ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളേ. 2022 മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ആർക്കാണ്? ഗോൾഡൻ ബൂട്ട് അതാണ് കിലിയൻ എംബാപ്പെ. ഈ ഒരു പേര് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പും ഇനി വേറെ എന്തെങ്കിലും മഷി ഉണ്ടെങ്കിൽ ആ മഷി കൊണ്ടിട്ട് അങ്ങ് വരച്ചിട്ടോളാം. കാര്യം ഈ ഒരൊറ്റ ഒരുതിനെ പറ്റി 4 തവണ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 2022 ഫിഫ വേൾഡ് കപ്പിൽ ബന്ധപ്പെട്ട് ഒരേ സാധനം കിലിയൻ എംബാപ്പെ എന്നുള്ള ഈ ഒരു വ്യക്തിയെ പറ്റി 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചുവപ്പ് പേനായിട്ട് അടയാളപ്പെടുത്തിക്കണം. വേറെ എന്തെങ്കിലും ഒരു മഷി ഉണ്ടെങ്കിൽ അത് ഇട്ട് അടയാളപ്പെടുത്തി വെക്കണം. കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇനി വരുന്ന 2026 വരുന്ന ഇതിൻ്റെ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് കിട്ടുന്നത് ആരാണോ അവരെ പറ്റി ക്ലിയർ ആയിട്ട് അങ്ങ് പഠിച്ചോളണം. അവരുടെ രാജ്യം ഇപ്പം നമ്മളിപ്പം കളി നടന്നുകൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ മത്സരമൊന്നും ആയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇപ്പം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ചിന്തിക്കുക. ഗോൾഡൻ ബൂട്ട് കിട്ടിയത് കിലിയൻ എംബാപ്പയാണ്. 2022 കാര്യമാണ് ഗോൾഡൻ ബൂട്ട് കിട്ടിയത് കിലിയൻ എംബാപ്പയാണ്. എങ്കിൽ 2026 കിട്ടുന്ന വ്യക്തിയെ പറ്റി പഠിക്കണം, വ്യക്തിയുടെ രാജ്യത്തിനെ പറ്റി പഠിക്കണം, വ്യക്തിയുടെ ജേഴ്സിയുടെ നമ്പർ ഉൾപ്പെടെ പഠിച്ചു വയ്ക്കണം. ഗോൾഡൻ ബാൾ കിട്ടിയത് ആർക്കാണ്? ഗോൾഡൻ ബാൾ അത് കിട്ടിയത് മെസ്സിക്കാണ്. മെസ്സി. പക്ഷേ ഇത് വലുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. 2023 അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയിലാണ് മെസ്സിയെ പറ്റി ഈ ഒരു കാര്യം, ഗോൾഡൻ ബാളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ടത് കിലിയൻ എംബാപ്പെ പറ്റി വേറെ ഒരു രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് 2022 നോക്കിയോ, ശ്രദ്ധിച്ചോളെ, 2022 ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വ്യക്തി, ഏറ്റവും കൂടുതൽ, ഇത് മുകളിലിട്ട് ആരോ മാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചാണ്. കാര്യം നമുക്ക് കൂടുതൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പെ സെറ്റാണല്ലേ. ഇതും 2023 അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്ത് പോകുന്നത് നമുക്കൊരു ഹരവും. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്തും നമുക്ക് ചില സമയത്ത് ഒരു ഭ്രാന്ത് കണക്കാവാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പിന്നെ ഒരുപാട് പ്രശ്നം എല്ലാം മാറ്റിയും തിരിച്ചും ഒരുപാട് അത് ഞാൻ ഒരു കാര്യം തുറന്നു പറയണം. അതായത് ഞാൻ ഈ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ക്ലാസ് എടുക്കുന്ന എല്ലാ സാറന്മാരും, കാരണം വെച്ചാൽ ഞാനല്ലാതെ ബാക്കിയുള്ള ഒരുപാട് അധ്യാപകന്മാർ യൂട്യൂബിലും പലതും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ അവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് തോന്നുമല്ലോ. പക്ഷേ ഇത് ഒരു സിമ്പിൾ ക്ലാസ് ആയിട്ട് തോന്നും. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട്. അതായത് എന്തുമാത്രം നമ്മളിതിൻ്റെ രാത്രിയിലേക്ക് ഒരുപാട് കണ്ണടയ്ക്കാൻ പറ്റില്ല. അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ നോട്ട് റെഫർ ചെയ്തെടുക്കുന്നതിന്. ചില ക്വസ്റ്റ്യൻ പേപ്പർ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഷണൽ ആൻസറൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചാൽ എല്ലാ ആൻസർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മനസ്സിലാക്കും അതിൻ്റെ ഫൈനൽ ആൻസറൊക്കെ വേറെയാണ് എന്നുള്ളൂ. അപ്പോഴും പിന്നെ ഒന്നേ നിന്ന് സെറ്റ് ചെയ്തേണ്ട അവസ്ഥ. അങ്ങനെ കുറേ കഷ്ടപ്പാട് കൊണ്ട് ഇതിൻ്റെ പറയില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഇവിടെ ഫിഫയിൽ 2022 ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് കിലിയൻ എംബാപ്പയാണ്. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയത് മെസ്സിയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് 2022 പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയത് മെസ്സിയാണ്. മെസ്സി. ഈ സംഭവം ഇതിനെപ്പറ്റി 2025 പരീക്ഷയ്ക്കാണ് ചോദിച്ചിട്ടുണ്ട്. അത് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞുതരാം. 10ാം ക്ലാസ് അതായത് 2025 10ാം ക്ലാസ് പ്രിലിംസിൻ്റെ പരീക്ഷയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടാകുന്നത്. സ്റ്റേജ് 1 10 പ്രിലിംസ് സ്റ്റേജ് 1 സ്റ്റേജ് ഫസ്റ്റ്, അതിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് 2022 പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയത് മെസ്സിയാണ്. വിജയിച്ച രാജ്യം അറിയാലോ, 2022 ഫിഫ വേൾഡ് കപ്പിൽ ജയിച്ചത് അർജൻറ്റീനയുടെ പ്രത്യേകത പറയുമ്പോൾ, അർജൻറ്റീന ഏത് ഭൂഖണ്ഡത്തിൽ വരുന്നു? ഇതാണ് ചോദ്യം, കിടിലൻ ചോദ്യം. ഇതാണ് അർജൻറ്റീന 2022 ഫുട്ബോൾ ഫിഫ അത് ജയിച്ചത് അർജൻറ്റീനയാണ്. അർജൻറ്റീന വരുന്നത് തെക്കേ അമേരിക്കയിലാണ് അർജൻറ്റീന വരുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി 2024
പത്തനംതിട്ട PTA, പത്തനംതിട്ട LGS ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ചോദ്യം, കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ചോദ്യം തോന്നും, പക്ഷേ അങ്ങറ്റത്തെ ടഫും ആയിരിക്കും. ഇത് അതാ പറഞ്ഞത്, എല്ലാവരും വിജയിച്ച രാജ്യം ഇത് മറ്റേ ഗോൾഡൻ ബൂട്ട് അതെല്ലാം മറ്റേ ബൂട്ട് അതെല്ലാം പഠിച്ചോളും, പക്ഷേ ഇങ്ങനെ ചോദ്യം വന്ന് ഞാൻ പെട്ടുപോകും. അതാ പറഞ്ഞത്, ഈ ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു രാജ്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട? നേരത്തെ ഞാൻ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അത് ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പുസ്തകത്തിലൊരു മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു എൻ്റെ അനുഭവം, കാരണം വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള എൻ്റെ ആ ഒരു മനസ്സിനകത്ത് കിടന്നതിൻ്റെ പേരിലാണ് ഞാൻ നേരത്തെ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇത് ഇന്ന രാജ്യത്തെ സ്ഥലമാണ്, ഇന്ന ഭൂഖണ്ഡത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അർജൻറ്റീനയുടെ ടീം കോച്ചിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അർജൻറ്റീനയുടെ ടീം കോച്ച് ലയണൽ സ്കലോനി. ലയണൽ സ്കലോനി എന്ന വ്യക്തിയാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ജയിക്കുന്ന സമയത്ത് അർജൻറ്റീനയുടെ ടീം കോച്ച്. സെറ്റാണല്ലേ? എന്തുമാത്രം ചോദ്യങ്ങളില്ലേ സാധാരണ നമ്മൾ ചോദിക്കുന്ന പ്രതീക്ഷയില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ പോലും ചില സമയത്ത് ചോദിക്കുന്നതാണ്. അതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ലയണൽ സ്കലോനിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2024 ഡിഗ്രി പ്രിലിംസിൻ്റെ ഡിഗ്രിയുടെ ഒന്നാം ഘട്ട പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കിടിലൻ ചോദ്യം, ശരിയല്ലേ? നമ്മൾ സാധാരണ അധികം ആരും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ്. നേരത്തെ ഭൂഖണ്ഡത്തിൻ്റെ കാര്യം പറയുന്നത് 10ാം ക്ലാസ് ലെവലുള്ള പരീക്ഷയാണെങ്കിൽ അത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലിലുള്ള പ്രിലിംസിൻ്റെ പരീക്ഷയാണ്. ഇങ്ങനെ അതായത് നല്ല കിടിലൻ ചോദ്യങ്ങളുണ്ടല്ലേ? സാധാരണ എപ്പോഴും ഗോൾഡൻ ബോൾ ബൂട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രസമുള്ളൂ, PSCയിൽ ഒരു രസമുള്ളൂ. സത്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ 2022 ഫിഫയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫിഫയ്ക്ക് പുറത്ത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ ചോദ്യങ്ങൾ മുമ്പത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് തുടങ്ങിയത് പോർച്ചുഗലാണ്. വൈറ്റ് കാർഡ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് തുടങ്ങിയത് പോർച്ചുഗലാണ്. വൈറ്റ് കാർഡ് എന്നുള്ള ഈ സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? എങ്കിലും അത് കമൻ്റായിട്ട് ഇടണേ. വൈറ്റ് കാർഡിനെ പറ്റി എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ഇടുക. കേരള സ്പോർട്സ് കൗൺസിലുണ്ട്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അതാണ് GV രാജ. കേരള സ്പോർട്സ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് GV രാജ. ഇദ്ദേഹത്തിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കേരള കായിക ദിനം ഒക്ടോബർ 13, അത് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സെറ്റാണല്ലോ? നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം. എങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് നിലവിലത്തെ പ്രസിഡന്റ് VP സാനു. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ബ്രസീലിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഡിയമാണ് മാറക്കാന സ്റ്റേഡിയം. ഇത് വരുന്നത് ബ്രസീലാണ്. ഇത് നമ്മുടെ ജെമിനിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മറക്കാന സ്റ്റേഡിയത്തിൻ്റെ ഒരു കറക്റ്റ് വാക്ക് എങ്ങനെയാണ്, എൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ അത് അവരുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് കേട്ടപ്പോൾ ജെമിനി പറഞ്ഞത് മറക്കാനങ് ഇങ്ങനെയാണെന്നാണ് പറയണത്. അതായത് നമ്മൾ ഈ പ്രൊനൗൺസിയേഷനിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എങ്കിൽ കൂടി നമ്മൾ PSC പരീക്ഷയിൽ ചോദിക്കണമെങ്കിൽ മറക്കാന സ്റ്റേഡിയം അല്ലെങ്കിൽ മാറക്കാന സ്റ്റേഡിയം ഇങ്ങനെയാണ് PSC പരീക്ഷയിൽ ചോദിക്കുന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ PSC പരീക്ഷയിൽ ഇങ്ങനെയാണ് ചോദിച്ചത്. മാറക്കാന സ്റ്റേഡിയം ഏത് രാജ്യത്താണ് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് 2025 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന 2025 പരീക്ഷയ്ക്കാണ് ഈ ഒരു രീതിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അതായത് മാറക്കാന സ്റ്റേഡിയം ഏത് രാജ്യത്താണ് ഉള്ളത്? ബ്രസീലാണ്. ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം പഠിച്ചു. ഈ കാര്യം PSC ആണല്ലോ നമുക്ക് പ്രധാനം. അപ്പോൾ മാറക്കാന സ്റ്റേഡിയം എവിടെയാണ്? ബ്രസീലാണ്. ഈ കാര്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതി അതാണ്
ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോളർ ആരാണ്? അത് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിക്കാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് സുനിൽ ഛേത്രി. ഒരു PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കി വെച്ചേക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. അത് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോളറാണ് സുനിൽ ഛേത്രി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ള വ്യക്തിയാണ് സുനിൽ ഛേത്രി. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ടീം തുടങ്ങിയത് ഏത് സ്റ്റേറ്റ് എന്നറിയാമോ? അതാണ് മണിപ്പൂര്. ഫസ്റ്റ് മണിപ്പൂര്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം തുടങ്ങിയത് മണിപ്പൂർ എന്ന സ്റ്റേറ്റാണ്. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം മുമ്പ് PSC പരീക്ഷയിലുണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് VP സത്യൻ എന്ന വ്യക്തിയെ അറിയാന്നുള്ള ഏതൊരാൾക്കും ഇതിൻ്റെ ആൻസറോ അറിയായിരിക്കും. ശരിയാണല്ലേ? സന്തോഷ് ട്രോഫി ഏത് കായിക ഇനം? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കായിക ഇനമാണ് സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി വേറൊരു കാര്യം പറഞ്ഞുതരാം. സന്തോഷ് ട്രോഫി ഈ ഇടയ്ക്ക് ജയിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. 2025-26 സർവീസസ് ജയിച്ചു. സർവീസസ് ആണ് ഇത് ജയിച്ചത്. പിന്നെ ഇതിൽ റണ്ണറപ്പ് ആയിരുന്നത് നമ്മുടെ കേരളമാണ്. കേരളമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2025-26 കാലഘട്ടത്തിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജയിച്ചത് സർവീസസ്. എന്നാൽ അവിടെ റണ്ണറപ്പ് ആയിരുന്നത് ആരാണ്? നമ്മുടെ കേരളം. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ഇത് മുമ്പ് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് സന്തോഷ് ട്രോഫി ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊരു PSC ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ 2019 കാലഘട്ടത്തിൽ ഏത് ടീമാണ് ജയിച്ചതെന്നാണ് അന്ന് മുമ്പ് PSC പരീക്ഷ ചോദിച്ചത്. ഇനി നമുക്ക് 2019 കാര്യം നമുക്ക് PSCയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. PSCക്ക് എന്താണ് ആവശ്യം? 2025-26 ആര് ജയിച്ചു, അല്ലെങ്കിൽ ആരാണ് റണ്ണറപ്പ് ആയത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് PSCക്ക് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ 2 കാര്യം ഓർമ്മ ഉണ്ടല്ലോ. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2025-26 സന്തോഷ് ട്രോഫി വിജയികൾ സർവീസസ്. അതുപോലെ തന്നെ ഫുട്ബോൾ അല്ലാത്ത വേറൊരു കാര്യം പറഞ്ഞുതരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ആരാണ്? പയ്യോളി എക്സ്പ്രസ് അത് PT ഉഷയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ചോദ്യമാണ്. ചെറുതിലെ മുതൽ നമ്മൾ നമുക്കറിയാമെന്നുള്ള കേൾക്കുന്ന കാര്യമാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? അത് PT ഉഷയാണ്. നല്ല കിടിലൻ ചോദ്യമാണ്. PT ഉഷ. 2025 കഴിഞ്ഞ വർഷത്തിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പഠിച്ച് വയ്ക്കണം. സീരിയസ്ലി ഞാൻ പറഞ്ഞു. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത്. ഞാൻ ഈ പറഞ്ഞ സംഭവം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമല്ല. പക്ഷേ സ്പോർട്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു കിടിലൻ ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യാതെ ഞാൻ ഈ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്പോർട്സ് മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അത് OJ ജനീഷ്. ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യമാണ്. ഇനി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഈ ക്ലാസ് തീക്കാം. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FIFA വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചിലപ്പം ഈ ഫിഫയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാതെ ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കും ചിലപ്പം ചോദിക്കേണ്ടതില്ല. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ്. എങ്കിൽ കേന്ദ്ര മന്ത്രി ആരാണ്? നമ്മുടെ ദേശീയ കായിക വകുപ്പ് മന്ത്രിയാണ് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. ഇത് കേരളം. അറിയില്ല, കേരളം ദേശീയത്തിൽ മൻസുഖ് മാണ്ഡവ്യ. ഇപ്പോഴത്തെ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേരളത്തിൻ്റെ കാര്യത്തിൽ OJ ജനീഷ്. അതും പോരാനായിട്ട് VD സതീശൻ സർക്കാരിൻ്റെ മന്ത്രിമാരാരൊക്കെയാണ് എന്നുള്ള അത് ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടാകും. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ തന്നെ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ PSCക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒന്ന് സജി ചെറിയാൻ.
മന്ത്രിയായിട്ടുള്ള സജി ചെറിയനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അബ്ദുറഹിമാൻ മന്ത്രിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സിനെ കണക്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് ചോദിക്കാൻ പറ്റിയ നല്ല ചോദ്യമാണ് മന്ത്രിമാർ, വകുപ്പുകൾ. അത് നമുക്കിവിടെ പ്രധാനമായിട്ട് നോക്കി വെച്ചിരിക്കുന്നത് OJ ജനീഷ്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നോക്കി പോയാലേ. വൈറ്റ് കാർഡ്, അതായത് ഫുട്ബോളിൽ ആദ്യമായിട്ട് വൈറ്റ് കാർഡ് തുടങ്ങിയത് പോർച്ചുഗലാണ്. GV രാജ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ പ്രസിഡന്റാണ് VP സനു. പിന്നെ മാറക്കാന സ്റ്റേഡിയം ബ്രസീൽ. പിന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ്റെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന, അത് കിട്ടിയത് സുനിൽ ഛേത്രിയാണ്, നമ്മുടെ ഫുട്ബോൾ പ്ലെയറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ആരാണ്? നമുക്ക് ഇന്ത്യൻ ടീം, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത് സുനിൽ ഛേത്രിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നവരാണ് PT ഉഷ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം തുടങ്ങിയത് സ്റ്റേറ്റാണ് മണിപ്പൂർ. 2025-26 സന്തോഷ് ട്രോഫി ഫുട്ബോൾ നേടിയത് സർവീസസ് ആണ്. ആ സമയത്ത് റണ്ണറപ്പ് ആയത് കേരളമാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ് എങ്കിൽ ഇപ്പോഴത്തെ ദേശീയ കായിക വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യം പറഞ്ഞു, 2021 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇതിൽ എടുത്താൽ തന്നെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് നമ്മൾ ഈ പ്രധാനമായിട്ടും ഫിഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സ്പോർട്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം വേറെ ഗെയിംസ്, ഇപ്പോൾ ബാസ്കറ്റ് അല്ലെങ്കിൽ ക്രിക്കറ്റ് അങ്ങനെയുള്ള മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് എഴുതുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ബൈ.